എന്നെ നോക്കി നിൽക്കാതെ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ. ഒന്നുമില്ല ജോർജ്. അച്ഛനെന്തോ കുഴപ്പമില്ല. ഒരു പോക്കളെയും വിളിക്കായിരുന്നു. പറ്റുന്ന പണിക്ക് പോയാ പോരെ എന്റെ ജോജിക്കുട്ടാ. ആളുകൾ പറഞ്ഞു ചേച്ചി സൂയിസൈഡ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന്. ഞാൻ രക്ഷിക്കാൻ വന്നതാ. പക്ഷെ വിചാരിച്ച പോലെ വാതിൽ പൊളിഞ്ഞില്ല. കാലം ശരിയാവട്ടെ. ആ ചാണ്ടി തപ്പിപ്പിടിച്ച് അവനെ നട്ടൽ ഞാൻ തല്ലോടിക്കും. എന്റെ ജാക്കി ചാൻ തൽക്കാലം ഉറങ്ങാൻ നോക്ക്. ചെറുക്കം പോലെ ഞങ്ങൾക്ക് വിഷമല്ലോ. താനും തന്റെ ആൾക്കാരും ചെന്ന് എത്ര പുള്ളാൻ അടിച്ചു തീർത്തെന്നറിയോ? തന്റെ പുളിക്കല കളവന ചാച്ചനുണ്ടല്ലോ, അയാള് മാത്രം അടിച്ച് 2 ഫുള്ള്. ജോർജ്, എനിക്ക് ദണ്ണമുണ്ട് ഏട്ടായി. ഞാൻ പറയുന്നത് കേക്ക്. അവൻ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെയും പറ്റിച്ചു. എനിക്കിനി അങ്ങനെ ഒരു മകനില്ല. തന്നോട് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. വേണോ തന്റെ മാപ്പ്? നാട്ടുകാരുടെ മുമ്പിലേ ഞങ്ങളുടെ കുടുംബം നാണം കിട്ടു. അതുകൊണ്ട് എനിക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ മോളുടെ മൂത്ത് നോക്കാൻ പറ്റണ്ടായി. അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ലടോ. താൻ തന്റെ മോന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചോ. ഞങ്ങളുടെ കയ്യിൽ അവനെ കിട്ടിയാലേ ഒഴിച്ചു മൂടാൻ ബാക്കിയുണ്ടാവില്ല. അതിനെതിരെ നിങ്ങളെ കൈ കിട്ടിയാ ഞാൻ തന്നെ അവനെ കൊല്ലും. കോംപ്ലിമെന്റ്സ് ഫ്രം മണികണ്ഠൻ മോട്ടോഴ്സ്. സാർ ഓർഡർ ചെയ്ത വണ്ടി മോടെ കല്യാണം കണ്ട് MD നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ്. താക്കോൽ കൊടുത്തിട്ട് പോടും. കർത്താവേ, ഇത് താക്കോലോ അതോ പങ്കായോ? ആൻഡോ, എനിക്ക് വിഷമമുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെങ്കിൽ പറഞ്ഞാ മതി. കറിയാച്ചാ, ഇപ്പൊ വരുന്ന ദേഷ്യത്തിന് തന്റെ മൊട്ടത്തല ഞാൻ തല്ലി പൊട്ടിച്ചെന്നെ. പക്ഷേ ഇപ്പൊ എന്റെ മക്കൾക്ക് എന്നെ വേണം. അതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെറുതെ വിടുന്നു. അച്ചോ, ആൻഡോ ഇനി ഇവിടെ താൻ നിന്നാൽ തിരുവസ്ത്രത്തിന് ചേരാത്ത പലതും എന്റെ വായിന്ന് വീഴും. ഒരു വൈദികനെ കൊണ്ട് വൈദിക് കൊലവറി പാടിപ്പിക്കണോ? അറിയാച്ച വേണ്ട അച്ചോ. അച്ചോ, ഈ ശോമിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. തൽക്കാലത്തേക്ക് സ്തുതിയായിരിക്കട്ടെ. ഓളെ കാണാനില്ല. ഞാൻ വീട് മുഴുവൻ നോക്കി, എങ്ങുമില്ല. എന്തൊക്കെയായിരുന്നു? 20 ലക്ഷം ക്യാഷ് ഉണ്ട്, 101 പവൻ ഗോൾഡ് ഉണ്ട്, കാറുണ്ട്, ഒലക്ക പിണ്ണാക്കുണ്ട്. പോയില്ലേ എല്ലാം? ചാണ്ടി എവിടെ? മോളെ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമെങ്കിൽ ഞാൻ അവനെ എൻ്റെ ഈ കൈ കൊണ്ട് കൊന്നേനെ. മോക്കറിയോ ഞങ്ങൾ രണ്ടുപേരും? അമ്മച്ചിയോട് അവൻ പറഞ്ഞു കാണും. എന്തിനാ അവൻ എന്നോട് ഇത് ചെയ്തതെന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ?
പറ, അവൻ എവിടെയാ? മോള് പേടിക്കണ്ട, അവൻ എവിടെയാണെങ്കിലും തന്നെ. പേടിപ്പിച്ച് കളഞ്ഞാലും മോളെ. ഞങ്ങൾ പോലീസിനെ വിളിക്കാനിരിക്കുകയായിരുന്നു. നീ എങ്ങോട്ടാ മോളെ പോയത്? ചാണ്ടിയുടെ വീട്ടിലേക്ക്. വേണ്ട, അവൾ കുറച്ചു നേരം തനിച്ചിരിക്കട്ടെ. നിങ്ങളൊക്കെ ഇറങ്ങാൻ നോക്ക്. അല്ലേട്ടാ ഈ ഒരവസ്ഥയില് മോനെ, പങ്കുവെക്കാൻ ഇവിടെ സന്തോഷമൊന്നുമില്ല. വിഷമം പങ്കുവെച്ച് ശീലവുമില്ല. ഇത് ഈ വീട്ടിലെ പ്രശ്നമാണ്. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ നിങ്ങളൊക്കെ വിളിപ്പുറത്തുണ്ടല്ലോ.ไม่มีสัญญาณตอบรับ